എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു ബാങ്കിനകത്ത് എന്തൊക്കെ കോൺവെർസേഷനാണ് ഉണ്ടാവാറ് എന്ന് നോക്കാം. സാധാരണയായി നമ്മൾ കേൾക്കുന്നതും പറയേണ്ടതുമായ വാക്കുകളും സെൻറ്റൻസസുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ബാങ്കിൽ പോയിട്ട് എനിക്കൊരു പുതിയ അക്കൗണ്ട് തുറക്കണം, ഐ വോണ്ട് ടു ഓപ്പൺ എ ന്യൂ അക്കൗണ്ട് എന്ന് മറാഠിയിൽ എങ്ങനെ പറയാം എന്ന് നോക്കാം. मला एक नवीन खाते उघडायचे आहे. അർത്ഥം നോക്കാം ഓരോ വാക്കിൻ്റെയും. എനിക്ക് ഏക് ഒന്ന് എന്നാണ്. ഏക് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിൽ ഇവിടെ ഏക് എന്നുള്ളത് ഒരു എന്നർത്ഥത്തിലും വരും. ഓക്കെ, അപ്പോൾ മല ഏക് എനിക്ക് ഒരു, നവീൻ എന്നതിന് എന്താർത്ഥം? പുതിയത്, പുതിയ എന്നാണ് അർത്ഥം. ഖാത്തെ അക്കൗണ്ട് ഉഘടായ്ചെ ആഹേ തുറക്കണം. ഉഘടണേ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ വേർഡാണ്. തുറക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ തുറക്കണം എന്ന് പറയാൻ ഉഘടായ്ചെ ആഹേ തുറക്കണം. മല എനിക്ക് ഏക് നവീൻ ഖാത്തെ ഒരു പുതിയ അക്കൗണ്ട് ഉഘടായ്ചെ ആഹേ തുറക്കണം. മനസ്സിലായോ? ഇത് കേട്ടപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു കൗണ്ടർ നമ്പർ 5 പോകൂ എന്ന്. ഗോ ടു കൗണ്ടർ നമ്പർ 5. ഇത് മറാഠിയിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും? കൗണ്ടർ നമ്പർ 5 वर जा. കൗണ്ടർ നമ്പർ അതിപ്പോൾ എല്ലാ വാക്കുകളും ഇപ്പോൾ മലയാളത്തിലായാലും നമ്മൾ എല്ലാം അങ്ങനെ തന്നെ തർജ്ജമ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ പറയാറില്ലല്ലോ. ചില ഇംഗ്ലീഷ് വേർഡ്സൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ സ്പോക്കൺ ലാംഗ്വേജിൽ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ വി ആർ ലേണിംഗ് ടു സ്പീക്ക് മറാഠി. അപ്പോൾ മറാഠിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില വാക്കുകൾ നമ്മൾ അതിൻ്റെ തന്നെ ട്രാൻസ്ലേഷൻ ഇപ്പോൾ മഹാരാഷ്ട്രൻസ് തന്നെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അവർ തന്നെ പറയാം കൗണ്ടർ നമ്പർ 5 वर जा എന്ന് വളരെ കാഷ്വലായിട്ട് പറയും. അപ്പോൾ പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 to 50 വരെ നമ്പേഴ്സ് എണ്ണാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വീഡിയോയിൽ. അതിൽ പാർട്സ് എന്ന വാക്ക് വന്നിട്ടുണ്ട്. പാർട്സ് എന്ന് പറഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. ഓക്കെ, വർസ അവിടെ പോകൂ. ഇതൊരു പ്രിപ്പോസിഷനാണ്. പാർട്സ് വർസ 5 പോകൂ. 5 കൗണ്ടർ നമ്പർ 5 അവിടെ പോകൂ, അല്ലെങ്കിൽ കൗണ്ടർ നമ്പർ 5 പോകൂ. സ എന്ന് പറഞ്ഞാൽ പോകൂ എന്നാണ് അർത്ഥം. എഴുതുമ്പോൾ മറാഠിയിൽ ജ എന്നാണ് എഴുതുക, പക്ഷേ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സ എന്ന് വേണം പറയാൻ. ഓക്കെ, നമ്മളിപ്പോൾ കൗണ്ടർ നമ്പർ 5 അവിടെ എത്തി. സെയിം നമ്മുടെ ആവശ്യം പറഞ്ഞു, നമുക്കൊരു പുതിയ അക്കൗണ്ട് തുറക്കണം എന്ന് നമ്മൾ പറഞ്ഞു. നേരത്തെ നമ്മൾ നോക്കിയതാണ് നേരത്തെ സ്ലൈഡിൽ എങ്ങനെയാണ് അത് പറയേണ്ടത് മറാഠിയിലെന്ന്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് കൗണ്ടറിലിരിക്കുന്ന ആൾ ചോദിക്കുകയാണ്, ബച്ചത് ഖാത്തെ കി ചാലു ഖാത്തെ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അദ്ദേഹം ചോദിച്ചത് എന്താണ്? നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് തുറക്കണം, അത് സേവിങ്സ് അക്കൗണ്ട് ആണോ തുറക്കേണ്ടത് അതോ കറണ്ട് അക്കൗണ്ട് ആണോ തുറക്കേണ്ടത്? ഇതാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ അർത്ഥം നോക്കാം. ബച്ചത് ഖാത്തെ അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ബച്ചത് ഖാത്തെ സേവിങ്സ് അക്കൗണ്ട്. കീ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഓർ എന്ന് പറയും. ഇത് അല്ലെങ്കിൽ അത് എന്ന് പറയാൻ നേരത്താണ് കീ എന്ന വാക്ക് ഉപയോഗിക്കുക. ഇവിടെ സേവിങ്സ് അല്ലെങ്കിൽ കറണ്ട് എന്ന് ചോദിക്കാൻ നേരത്താണ് കീ ഓർ എന്ന അർത്ഥം വരുന്ന കീ എന്ന വാക്ക് ഉപയോഗിക്കുക. ഓക്കെ, ചാലു ഖാത്തെ എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട്, ഖാത്തെ അക്കൗണ്ട്. ബച്ചത് ഖാത്തെ സേവിങ്സ് അക്കൗണ്ട്, ചാലു ഖാത്തെ കറണ്ട് അക്കൗണ്ട്. പിന്നെ കീ എന്ന വാക്ക് ഓർ എന്നർത്ഥം വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറാഠി വാക്കാണ്. ഓക്കെ, എനിക്ക് സേവിങ്സ് അക്കൗണ്ടാണ് തുറക്കേണ്ടത്. അപ്പോൾ ഞാൻ എങ്ങനെ ഉത്തരം പറയും? ബച്ചത് ഖാത്തെ ഉഘടായ്ചെ ആഹേ. അപ്പോൾ നമ്മൾ നോക്കിയതാണ് നേരത്തെ. എന്ത്? ബച്ചത് ഖാത്തെ എന്ന് പറഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ട് എന്നാണ് അർത്ഥം. ഉഘടായ്ചെ ആഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം തന്നെ പഠിച്ചതാ, തുറക്കണം. ഓക്കെ, ബച്ചത് ഖാത്തെ ഉഘടായ്ചെ ആഹേ, സേവിങ്സ് അക്കൗണ്ട് തുറക്കണം. വോണ്ട് ടു ഓപ്പൺ എ സേവിങ്സ് അക്കൗണ്ട്. ഈസി അല്ലേ? അപ്പോൾ അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ ഫോം എടുത്ത് തന്നു. അപ്പോൾ അത് നിറയ്ക്കാനാണ് പറഞ്ഞത്, അത് ഫിൽ ചെയ്യാൻ പറയാണ്. ഫിൽ ദിസ് ആപ്ലിക്കേഷൻ എന്ന് മറാഠിയിൽ എങ്ങനെ പറയും? ഹാ അർജ ഭര. ഹാ എന്ന് പറഞ്ഞാൽ ഇത്, ഈ എന്നർത്ഥം വരുന്നതാണ് ഹാ. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാ അർജ ഭര എന്ന് പറഞ്ഞാൽ ഫിൽ ചെയ്യൂ, നിറയ്ക്കൂ.
ഭരണേ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക എന്നാണ് അർത്ഥം. ഭര എന്നത് റെസ്പെക്റ്റോട് കൂടി പറയാണ്. ഭര എന്ന് പറഞ്ഞാൽ ഫിൽ ചെയ്യൂ, നിറയ്ക്കൂ. വെറുതെ ഭർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയ്ക്ക് എന്നേ അർത്ഥമുള്ളൂ. ഭര എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് റെസ്പെക്റ്റ് കൊടുത്തിട്ട് സംസാരിക്കുന്നതാണ്. ഫിൽ ചെയ്യൂ, നിറയ്ക്കൂ. ഹാ അർജ് ഭര, ഫിൽ ദിസ് ആപ്ലിക്കേഷൻ. ഈ ഫോം, അർജ് എന്ന് പറഞ്ഞാൽ ഫോം, ആപ്ലിക്കേഷൻ ഫോം നിറയ്ക്കൂ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? ഫോം നിറച്ചാൽ മാത്രം പോരാ, സൈൻ ചെയ്യണം. അപ്പോൾ സൈൻ ഹിയർ എന്ന് പറയാൻ എങ്ങനെ പറയും മറാഠിയിൽ? ഇഥേ സഹി കരാ. ഇഥേ, ഈ വാക്ക് നേരത്തെ പഠിച്ചതാണ് നമ്മൾ. ഇഥേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ എന്നാണ് അർത്ഥം അല്ലേ? സഹി എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ എന്നാണ് അർത്ഥം. സഹി കര എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യൂ. അപ്പോൾ ഇഥേ സഹി കര, ഇവിടെ സൈൻ ചെയ്യൂ. അവർ ഫോം തന്നിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളോട് പറയില്ലേ, നിങ്ങൾ ഈ ഫോം നിറയ്ക്കൂ എന്നിട്ട് ഇവിടെയൊക്കെ സൈൻ ചെയ്ത് കൊണ്ടുവരൂ എന്ന് പറയില്ലേ? അത് തന്നെ സംഭവം. ആദ്യം ഹാ അർജ് ഭര, ഈ ആപ്ലിക്കേഷൻ നിറയ്ക്കൂ. ഇഥേ സഹി കര, ഇവിടെ സൈൻ ചെയ്യൂ. ഇനി എന്താണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ആധാർ കാർഡ്, പാൻ കാർഡ്, लाईट बिलची कॉपी आणि एक फोटो लागेल. विल नीड कॉपी ऑफ ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈറ്റ് ബിൽ ആൻഡ് എ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഫോം നിറച്ചു, സൈനും ചെയ്തു. പക്ഷെ അതിൻ്റെ കൂടെ KYC ഡോക്യുമെൻറ്റ്സ് വേണ്ടേ? ആധാർ കാർഡിൻ്റെ കോപ്പി വേണം, പാൻ കാർഡിൻ്റെ കോപ്പി വേണം, ലൈറ്റ് ബില്ലിൻ്റെ കോപ്പി വേണം, പിന്നെ ഒരു ഫോട്ടോഗ്രാഫും വേണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈറ്റ് ബിൽ, ചീ കോപ്പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കോപ്പി വേണം. ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈറ്റ് ബിൽ, ചീ കോപ്പി. ചീ കോപ്പി എന്നുള്ളത്, ആ ചീ എന്ന വാക്ക് ജോയിനിങ് വേർഡാണ്. ഓക്കെ, ഇതിൻ്റെ എന്ന് പറയാൻ വേണ്ടി ലൈറ്റ് ബില്ലിൻ്റെ കോപ്പി, സെറോക്സ് കോപ്പി. ആണി, ഇത് നമുക്കറിയുന്ന വാക്കാണ്. ആണി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് എന്നാണ് അർത്ഥം. ഏക്ക് ഫോട്ടോ, ഒരു ഫോട്ടോ. ഇവിടെ ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ്. ഏക്ക് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ. ലാഗേൽ, വേണ്ടി വരും. ലാഗണേ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം കൊള്ളുക എന്നാണ്, വേറൊരർത്ഥം ആവശ്യം വരും അല്ലെങ്കിൽ വേണം എന്ന്. ലാഗണേ എന്ന് പറഞ്ഞാൽ വേണം എന്നൊരർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ ലാഗേൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ലാഗേൽ എന്ന് പറഞ്ഞാൽ വേണ്ടി വരും, വിൽ നീഡ്. ഓക്കെ, വിൽ നീഡ് കോപ്പി ഓഫ് ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈറ്റ് ബിൽ ആൻഡ് എ ഫോട്ടോഗ്രാഫ് എന്ന് പറയാൻ ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈറ്റ് ബിൽ ചീ കോപ്പി ആണി ഏക് ഫോട്ടോ ലാഗേൽ, വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫോം നിറച്ചു, സൈൻ ചെയ്തു, KYC ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. ഇനി എന്താ വേണ്ടത്? അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ചോദിക്കണം, എത്രയാണ് മിനിമം, എത്ര ക്യാഷ് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടി വരും എന്ന് ചോദിക്കണം. വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ദാറ്റ് ഐ ക്യാൻ ഡിപ്പോസിറ്റ്? ഓക്കെ, അതെങ്ങനെ ചോദിക്കാം? കമീത് കമി കിതി റക്കം ജമാ കറു ശക്തോ, ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. കമീത് കമി എന്ന് പറഞ്ഞാൽ മിനിമം, ഏറ്റവും കുറഞ്ഞത് എന്നാണ് അതിൻ്റെ അർത്ഥം. കം അല്ലെങ്കിൽ കമി എന്ന് പറഞ്ഞാൽ കുറവ്, കുറഞ്ഞത് എന്നൊക്കെയാണ് അർത്ഥം. കമീത് കമി എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത്, മിനിമം. കിതി, ഇതൊരു ചോദ്യമാണ്, ക്വസ്റ്റ്യൻ വേർഡാണ്, ഇൻറ്ററോഗേറ്റീവ് വേർഡാണ്. കിതി എന്ന് പറഞ്ഞാൽ എത്ര, ഹൗ മച്ച്. ഓക്കെ, റക്കം, റക്കം എന്ന് പറഞ്ഞാൽ ക്യാഷ്, എമൗണ്ട്. ഓക്കെ, ജമാ കറു ശക്തോ, എനിക്ക് ജമാ കർണേ എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് ചെയ്യുക, ജമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. ജമാ കറു ശക്തോ, ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞത് എത്ര എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, അത്രേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അക്കൗണ്ട് തുറക്കാൻ സമയത്ത്. ഓക്കെ, കമീത് കമി മിനിമം, ഏറ്റവും കുറഞ്ഞത്. കിതി എത്ര, റക്കം അമൗണ്ട്, ജമ, ജമ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. കറു ശക്തോ, ശക്ണേ എന്ന് പറഞ്ഞാൽ സാധിക്കുക,
ഹൗ മച്ച് ക്യാൻ ഐ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ സാധിക്കുക. കർണേ എന്ന് പറഞ്ഞാൽ ചെയ്യുക, ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കറു ശക്തോ എന്ന വാക്ക് വരുന്നത്. ഇവിടെ ശക്തോ എന്നത് ഒരു ആണ് ചോദിക്കുന്നത് കൊണ്ടാണ് ശക്തോ എന്ന് പറയുന്നത്. ഒരു സ്ത്രീയാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ശക്തേ എന്ന് വേണം പറയാൻ. ഇത് ജെൻഡറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഈ ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇനി അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെക്ക് ബുക്ക് വേണം അല്ലേ? അപ്പോൾ അത് എനിക്ക് എപ്പോൾ ചെക്ക് ബുക്ക് കിട്ടും എന്നെങ്ങനെ ചോദിക്കാം? മല ചെക്ക് ബുക്ക് കധി മിളേൽ, വെൻ വിൽ ഐ ഗെറ്റ് ദ ചെക്ക് ബുക്ക്? മല എനിക്ക് ചെക്ക് ബുക്ക് കധി, ഇതൊരു ക്വസ്റ്റ്യൻ വേർഡാണ്, ഇൻറ്ററോഗേറ്റീവ് വേർഡാണ്. കധി എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് അർത്ഥം. മിളേൽ കിട്ടും എന്നാണ് മിളേൽ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ മിളണേ എന്ന് പറഞ്ഞാൽ കിട്ടുക, മിളേൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ് ആണ്. കിട്ടും, എപ്പോൾ കിട്ടും? കധി മിളേൽ. മല ചെക്ക് ബുക്ക് കധി മിളേൽ, എനിക്ക് ചെക്ക് ബുക്ക് എപ്പോൾ കിട്ടും? അപ്പോൾ ബാങ്കിൻ്റെ സ്റ്റാഫ് പറയാണ് ഉത്തരം 2 ആഴ്ച പിടിക്കും. ഇറ്റ് വിൽ ടേക്ക് 2 വീക്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മറാഠിയിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും? ദോൻ ആഠവ്ഡ ലാഗേൽ. ദോൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതല്ലേ, ഇത് 2 എന്നാണ് അർത്ഥം. ദോൻ 2, ആഠവ്ഡ എന്ന് പറഞ്ഞാൽ വീക്ക് എന്നാണ് അർത്ഥം. ദോൻ ആഠവ്ഡ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച. ആഴ്ച എന്നതിനാണ് ആഠവ്ഡ എന്ന് പറയാം. ലാഗേൽ പിടിക്കും, വേണ്ടി വരും. ഓക്കെ, ലാഗേൽ, ദോൻ ആഠവ്ഡ ലാഗേൽ, 2 ആഴ്ച വേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടിയും പറയുകയാണ് അദ്ദേഹം ചെക്ക് ബുക്കിനെ കുറിച്ചിട്ട്. തുംചാ ദിലേലിയ പത്യാവർ യേയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ കം ടു യുവർ ഗിവൺ അഡ്രസ്. ഫോം നിറയ്ക്കാൻ നേരത്ത് നമ്മൾ അഡ്രസ്സ് കൊടുക്കും അല്ലേ? അപ്പോൾ അദ്ദേഹം പറയാണ് നിങ്ങൾ എഴുതിയിരിക്കുന്ന അഡ്രസ്സിൽ, നിങ്ങൾ തന്നിരിക്കുന്ന അഡ്രസ്സിൽ അത് വരും. തുംചാ നിങ്ങളുടെ, തുംച എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, ദിലേലിയ തന്നിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള, പത്യാവർ പത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ് എന്നാണ് അർത്ഥം. പത്യാവർ, വർ എന്ന വാക്ക് ഇവിടെ കൂട്ടി പറയുമ്പോൾ അത് പ്രിപ്പോസിഷനാണ്, ജോയിനിങ് വേർഡാണ്. പത്യാവർ എന്ന് പറഞ്ഞാൽ അഡ്രസ്സിൽ. യേയിൽ, ഏണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷൻ വേർഡ്സിൽ പഠിച്ച വാക്കാണ്. ഏണേ എന്ന് പറഞ്ഞാൽ വരിക. ഇറ്റ് വിൽ കം, കം എന്നാണ് ഏണേ എന്ന വാക്കിൻ്റെ അർത്ഥം, വരിക എന്ന്. ഓക്കെ, യേയിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിലാണ്. വിൽ കം വരും എന്ന അർത്ഥത്തിൽ യേയിൽ. തുംച്യ ദിലേല്യ പത്യാവർ യേയിൽ, നിങ്ങളുടെ കൊടുത്തിട്ടുള്ള അഡ്രസ്സിൽ വരും. എന്ത് വരും? ചെക്ക് ബുക്ക് വരും. ഇറ്റ് വിൽ കം ടു യുവർ ഗിവൺ അഡ്രസ്. ഓക്കെ, ഇനി നമുക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഫെസിലിറ്റിയും കൂടിയും വേണം. അപ്പോൾ അതെങ്ങനെ പറയാം? മല നെറ്റ് ബാങ്കിങ് ചി സുവിധ ഹവി ആഹേ, ഐ നീഡ് നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി. മല എന്ന് പറഞ്ഞാൽ എനിക്ക്, നമുക്കറിയുന്ന വാക്കാണ്. നെറ്റ് ബാങ്കിങ് ചി, ഇവിടെ ഈ ചി എന്ന് ആഡ് ചെയ്യുന്നത് ഒരു പ്രിപ്പോസിഷനാണ്, ജോയിനിങ് വേർഡാണ്. നെറ്റ് ബാങ്കിങ് ചി എന്ന് പറഞ്ഞാൽ നെറ്റ് ബാങ്കിങ്ങിൻ്റെ, ഇൻ്റെ എന്ന് നമ്മൾ കൂട്ടി പറയാൻ വേണ്ടി ഉപയോഗിക്കില്ലേ, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വേർഡാണത്. നെറ്റ് ബാങ്കിങ് ചി, നെറ്റ് ബാങ്കിങ്ങിൻ്റെ, സുവിധ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി, ഹവി ആഹേ വേണം അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്നാണ് അർത്ഥം. ഹവ അല്ലെങ്കിൽ ഹവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം എന്നാണ് അർത്ഥം. ഹവി ആഹേ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വേണം. മല നെറ്റ് ബാങ്കിങ് ചി സുവിധ ഹവി ആഹേ, എനിക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഫെസിലിറ്റി ആവശ്യമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചിലർക്ക് ലോക്കർ ഫെസിലിറ്റി ആയിരിക്കും ആവശ്യം. അതെങ്ങനെ പറയാം? മല തിജോരി ചി സുവിധ ഹവി ആഹേ. അപ്പോൾ ഇവിടെ തിജോരി എന്ന വാക്ക്, ലോക്കർ എന്ന വാക്ക് മാത്രമേ മാറുന്നുള്ളൂ. ബാക്കി ആ സെൻറ്റൻസ് മുമ്പ് പഠിച്ച പോലെ തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, ലോക്കർ എന്ന് പറയാൻ തിജോരി എന്ന വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ ഫ്രെയിം ചെയ്യാം? മല എനിക്ക് തിജോരി ചി, ലോക്കറിൻ്റെ, കണ്ടോ ഇവിടെ ചി എന്ന വാക്ക് യൂസ് ചെയ്യുമ്പോൾ ലോക്കറിൻ്റെ, സുവിധ ഫെസിലിറ്റി, ഹവി ആഹേ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വേണം. മല തിജോരി ചി സുവിധ ഹവി ആഹേ, ഐ നീഡ് ദ ലോക്കർ ഫെസിലിറ്റി, എനിക്ക് ലോക്കറിൻ്റെ ഫെസിലിറ്റി വേണം, ആവശ്യമുണ്ട്.
ഇനി നമുക്കൊരു DD ഉണ്ടാക്കുകയാണ് വേണ്ടത് ബാങ്കിൽ പോയിട്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ഫോം നിറയ്ക്കണം അല്ലേ. അപ്പോൾ അതെങ്ങനെ ചോദിക്കാം? DD बनवण्यासाठी फॉर्म कुठे मिळेल? वेअर कॅन ഐ ഗെറ്റ് ദ ഫോം ഫോർ മേക്കിംഗ് DD? ഓക്കെ, അപ്പോൾ അതെങ്ങനെ DD എന്നതിന് മറാഠി വേർഡ് ഉണ്ട്, പക്ഷേ സാധാരണ DD എന്ന് തന്നെയാണ് അവരും അവിടെ ഉപയോഗിക്കുക. അപ്പം നമുക്കും DD എന്ന് പറയാം. DD बनवण्यासाठी, बनवणे എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, മേക്ക് എന്നാണ് അർത്ഥം. बनवण्यासाठी എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടു മേക്ക്, അല്ലെങ്കിൽ ഫോർ മേക്കിംഗ് എന്ന് പറയാനാണ് बनवण्यासाठी. ഫോം എന്ന് പറഞ്ഞാൽ ഫോം തന്നെ. നമ്മൾ ഏത് ഫോമാണ് ഉപയോഗിക്കുക? അർജ് എന്നും പറയും. ആപ്ലിക്കേഷൻ ഫോം നമ്മൾ നേരത്തെ നോക്കിയില്ലേ, അർജ് എന്ന് പറഞ്ഞൊരു വാക്ക്. ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം എന്ന് ബാങ്ക് സ്റ്റാഫ് പറഞ്ഞില്ലേ, അപ്പോൾ അർജ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഫോം എന്നും അവർ പറയും. അപ്പോൾ बनवण्यासाठी ഫോം. കുഠേ എന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്, ഇൻറ്ററോഗേറ്റീവ് വേർഡാണ്. കുഠേ എവിടെ, ഇൻറ്ററോഗേറ്റീവ് വേർഡ്സിൻ്റെ ക്ലാസ് നമ്മൾ നേരത്തെ എടുത്തതാണ്, അതിൽ പോയി നോക്കൂ, എല്ലാ വേർഡ്സും അവിടുന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. കുഠേ എവിടെ. മിളേൽ, മിളണേ എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നാണ് ഈ കോണ്ടെക്സ്റ്റിൽ അർത്ഥം വരുന്നത്. മിളേൽ എന്നത് ഒരു ഫ്യൂച്ചർ ടെൻസാണ്. കിട്ടും എന്നാണ് ചോദിക്കുന്നത്. എവിടെ കിട്ടും? കുഠേ മിളേൽ. ഓക്കെ, DD बनवण्यासाठी ഫോം കുഠേ മിളേൽ. DD ഉണ്ടാക്കാൻ വേണ്ടി ഫോം എവിടെ കിട്ടും? ഓക്കെ, ഇനി ചിലർക്ക് ബ്രാഞ്ച് മാനേജറിനെ ആയിരിക്കും കാണേണ്ടത്. അപ്പോൾ അതിന് ആക്ച്വൽ ഫോർമൽ വേർഡ് ഫോർ ബ്രാഞ്ച് മാനേജർ ഇസ് ശാഖാ വ്യവസ്ഥാപക്. ഇപ്പം ഇങ്ങനെ തന്നെ പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് അങ്ങനെ ഒരു വേർഡ് അവിടെ നമ്മൾ ബോർഡിലൊക്കെ എഴുതി കണ്ടിട്ടുണ്ട് ബാങ്കിൽ, അതുകൊണ്ട് ആ വേർഡ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ അവിടെ പോയിട്ട് ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ ബാങ്ക് മാനേജർ എന്ന് ചോദിച്ചതുകൊണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് മനസ്സിലാവും. ഓക്കെ, ശാഖാ വ്യവസ്ഥാപക് കുഠേ ബസ്താത്. ഓക്കെ, त्यांना भेटायचे आहे. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേർ ഡസ് ദ ബ്രാഞ്ച് മാനേജർ സിറ്റ്? ഐ വോണ്ട് ടു മീറ്റ് ഹിം എന്നാണ്. എവിടെയാണ് ബ്രാഞ്ച് മാനേജർ ഇരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ക്യാബിൻ എവിടെയാണ്? എനിക്ക് അദ്ദേഹത്തെ കാണണം എന്നാണ് ഈ വന്ന കസ്റ്റമർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ പറയാം? ശാഖാ വ്യവസ്ഥാപക് അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ കുഠേ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്ററോഗേറ്റീവ് വേർഡാണ്. എവിടെ എന്നാണ് അർത്ഥം. ബസ്താത്ത്, ബസ്ണേ എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ആക്ഷൻ വേർഡ്സിൽ പഠിച്ച വാക്കാണ്. ബസ്താത്ത് എന്നുള്ള യൂസേജ് റെസ്പെക്റ്റോട് കൂടി പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ബസ്താത്ത്, എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കാനാണ് കുഠേ ബസ്താത്ത്. ഓക്കെ, എന്തിനാണ് എവിടെയാണ് ഇരിക്കണതെന്ന് എന്തിനാണ് ചോദിക്കുന്നത്? त्यांना भेटायचे आहे. त्यांना അദ്ദേഹത്തെ, അവരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ. त्यांना भेटायचे മീറ്റ്, भेटणे എന്ന് പറഞ്ഞാൽ കാണുക അല്ലെങ്കിൽ മീറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. भेटायचे आहे എന്ന് പറഞ്ഞാൽ want to meet. എനിക്ക് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യണം, അദ്ദേഹത്തെ കാണണം, അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. त्यांना भेटायचे आहे, അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ കാണണം. അദ്ദേഹം ബ്രാഞ്ച് മാനേജറിനെ എന്തിനാണ് കാണാൻ വന്നിരിക്കുന്നത്? അദ്ദേഹം ഒരു മാസം മുൻപ് ATM കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു, പക്ഷേ ഇതുവരെ അത് കിട്ടിയിട്ടില്ല. ഇത് പറയാനാണ്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാനാണ് അദ്ദേഹം ബ്രാഞ്ച് മാനേജറിനെ കാണണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം അദ്ദേഹം മറാഠിയിൽ എങ്ങനെ പറയും? मी 1 महिन्यापूर्वी ATM कार्डासाठी अर्ज केला होता, पण अजून मिळाले नाही. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ 1 മഹിന്യാപൂർവി, മഹിന എന്ന് പറഞ്ഞാൽ മാസം. അപ്പോൾ 1 മഹിന എന്ന് പറഞ്ഞാൽ ഒരു മാസം. മഹിന്യാപൂർവി ഇതൊരു ജോയിനിങ് വേർഡാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ച് ജോയിനിങ് വേർഡ്സിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. ബേസിക് ആയിട്ടുള്ള ഈ പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ് യൂസ് ആവണത്, ലിങ്കിങ് വേർഡ്സ് എന്നൊക്കെ പറയും, അതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, മഹിന്യാപൂർവി എന്ന് പറഞ്ഞാൽ ഒരു മാസം മുൻപ്, പൂർവി എന്ന് പറഞ്ഞാൽ മുൻപ്, ATM
കാർഡ്, ATM കാർഡാसाठी, ATM കാർഡിനു വേണ്ടി, സാഠി എന്ന് പറഞ്ഞാൽ വേണ്ടി, ATM കാർഡാसाठी, ATM കാർഡിനു വേണ്ടി. അർജ്, അർജ് നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചതാണ്, ആപ്ലിക്കേഷൻ. കേല ഹോത്ത, കർണേ ചെയ്യുക. കേല ഹോത്ത, ഹോത്ത എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, ചെയ്തിരുന്നു. കേല ഹോത്ത ചെയ്തിരുന്നു, ആപ്ലിക്കേഷൻ ചെയ്തിരുന്നു. മീ ഏക് മഹീന പൂർവി, ഞാൻ ഒരു മാസം മുൻപ് ATM കാർഡാसाठी, ATM കാർഡിനു വേണ്ടി അർജ് കേല ഹോത്ത, ആപ്ലിക്കേഷൻ ചെയ്തിരുന്നു അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ഇവിടെ കേല ഹോത്ത എന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നു എന്നാണ് അർത്ഥം. പൺ, പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ, ബട്ട്. അജൂൻ, ഇനിയും, ഇനിയും എന്ന് പറയാൻ അജൂൻ. മിളാലേ നാഹി, മിളണേ കിട്ടുക, നാഹി ഇല്ല, മിളാലേ നാഹി കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? പൺ ബട്ട് പക്ഷേ, അജൂൻ ഇനിയും, മിളാലേ നാഹി കിട്ടിയിട്ടില്ല, നാഹി ഇല്ല, മിളണേ കിട്ടുക, മിളാലേ നാഹി കിട്ടിയിട്ടില്ല. मी एक महिन्यापूर्वी ATM कार्डासाठी अर्ज केला होता, पण अजून मिळाले नाही. ഞാൻ ഒരു മാസം മുൻപ് ATM കാർഡിനു വേണ്ടി ആപ്ലിക്കേഷൻ ചെയ്തിരുന്നു, പക്ഷേ ഇനിയും കിട്ടിയിട്ടില്ല. മനസ്സിലായോ? ഒരു ബാങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് കേൾക്കുന്നതും പറയേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇത്തിരി ലെങ്തി ആയിപ്പോയി, ഒരു 20-22 മിനിറ്റിൻ്റെ വീഡിയോ ആയി. പക്ഷേ ഇതിൽ നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കൂ. വേണ്ടി വരികയാണെങ്കിൽ വീഡിയോ വീണ്ടും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേരുടെ കമൻസ് വരുന്നുണ്ട്, ക്ലാസ്സസ് യൂസ്ഫുൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്കിനും സജഷൻസിനും വളരെ വളരെ നന്ദി. അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഹാപ്പി ലിവിങ് ഗൈസ്.